السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. 10-2-2017 വെള്ളിയാഴ്ചയിലെ UAE ഖുത്ബയുടെ ആശയ സംഗ്രഹം. വിഷയം വിഭാഗീയത അരുത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അവന് വിധേയപ്പെട്ടും ജീവിക്കുവാൻ ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. പിന്നീട് ഓരോ വ്യക്തിക്കും താൻ അനുവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ. അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ കുലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അടിത്തറയിൽ നിന്നാണ്. മനുഷ്യർ മുഴുവൻ ആദമിന്റെ സന്തതികളാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവട്ടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ഖുർആൻ പറയുന്നത് പോലെ, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഹേ മനുഷ്യകുലമേ, ഒരാണിലും പെണ്ണിലും നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. പരസ്പരം മനസ്സിലാക്കുവാൻ നിങ്ങളെ നാം വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിങ്കൽ നിങ്ങളിൽ അത്യാദരണീയൻ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നിശ്ചയം അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഈ വിശുദ്ധമായ സൂക്തം പരസ്പര സഹകരണത്തിലും നന്മയിലും നിലനിൽക്കുന്ന അത്യുന്നതമായ മാനവിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സംവാദ സംവേദനങ്ങളിലൂടെയും ഹൃദ്യമായ പെരുമാറ്റങ്ങളിലൂടെയും വ്യക്തിയുടെ അഭിമാനവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന്റെ പ്രാധാന്യത്തെയും അടിവരയിടുകയാണ്. സംസ്കാരങ്ങളുടെയും ജനതകളുടെയും ഗുണപരമായ സമ്പർക്കത്തെയും വിഭാഗീയതയിൽ നിന്നും തർക്കവിതർക്കങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നു മാത്രമല്ല, വൈജാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് സമാധാനപൂർണമായ സഹവർത്തിത്വത്തെക്കുറിച്ച് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയുമാണ്. കാരണം വീക്ഷണ വൈജാത്യം അല്ലെങ്കിൽ നിറത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വ്യത്യാസമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ചര്യയാണ്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. ഖുർആൻ പറയുന്നത് പോലെ, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും വഖ്തിലാഫു അൽസിനതികും വ അൽവാനികും. നിങ്ങളുടെ ഭാഷാവർണ്ണ വൈജാത്യവും വമിൻ ആയാതി. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. അറിവുള്ളവർക്ക് അതിൽ തീർച്ചയായും പാഠങ്ങളുണ്ട് എന്നും ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മതൻ വാഹിദ. നബിയെ, തങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ മനുഷ്യരെ മുഴുവൻ ഒറ്റ സമുദായമാക്കുമായിരുന്നു. വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക്. പക്ഷേ അല്ലാഹു അനുഗ്രഹിച്ചവരൊഴികെ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. വലിദാലിക ഖലഖഹും. അതിനാണ് അവരെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ഖുർആൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം മാനവികതയെ ബഹുമാനിക്കുവാൻ, വർണ്ണ കുല മഹിമയുടെയോ മറ്റെന്തിന്റെയും പേരിൽ യാതൊരു വേർതിരിവുമില്ലാതെ മാനുഷികതയെ ബഹുമാനിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ, യാ അയ്യുഹന്നാസ്. ഓ ജനസമൂഹമേ, അലാ നിങ്ങൾ അറിയണം,
ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. അലാ, വീണ്ടും നിങ്ങൾ അറിയണം, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി, ഒരു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, ആദരമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബി, അനറബിക്ക് അറബേതരന് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. വലാ ലി അഹ്മർ അലാ അസ്വദ്, ചുവന്നവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയോ ബഹുമാനമോ നൽകാവതല്ല. വലാ അസ്വദ അലാ അഹ്മർ, കറുത്തവന് ചുവന്നവനേക്കാളും നൽകാവതല്ല. ഇല്ലാ ബിത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ കുറിച്ചോർമ്മയുണ്ടാവുക എന്ന ഏക മാനദണ്ഡം കൊണ്ടല്ലാതെ എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇതേ ആശയത്തിന് അടിവരയിട്ടുകൊണ്ടാണ് സഹാബികളിൽ പ്രമുഖനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാസിച്ചത്. അദ്ദേഹം മറ്റൊരു സഹാബി വര്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മാതാവ് കറുത്ത വർഗക്കാരിയായിരുന്നു എന്നത് ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ, താങ്കൾ ഇപ്പോഴും ഇത്തരം നിലപാടുകൾ വെച്ചു പുലർത്തുന്നുവോ എന്ന് ശാസനയുടെ സ്വരത്തിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചുവത്രേ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ആഗതനായതിനു ശേഷം മദീന ഉടമ്പടി തയ്യാറാക്കുകയുണ്ടായി. മദീനയിലെ മുഴുവൻ നിവാസികൾക്കും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കുവാൻ പര്യാപ്തമായിരുന്നു, ഉതകുന്നതായിരുന്നു ആ വിശുദ്ധമായ മദീന ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാവാനാവും. അങ്ങനെ മദീന നിർഭയത്വത്തിന്റെ മരുപ്പച്ചയും സ്വസ്ഥതയുടെ പൂവാടിയുമായി മാറി. മദീനയിലെ മുഴുവൻ ആളുകളും സമാധാനത്തോടെ അവിടെ ജീവിതം മുന്നോട്ട് നയിച്ചു. അതേസമയം അവർ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും വർഗവർണ്ണങ്ങളിലും വൈജാത്യങ്ങളുള്ളവരായിരുന്നു. ദേശ, ഭാഷ, വർഗ, വിശ്വാസ വ്യത്യാസങ്ങൾക്കതീതമായി സുസ്ഥിരതയോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുക എന്നത് സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളുടെയും അവകാശമാണ്. മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വർഗത്തിന്റെയോ വേർതിരിവ് കൂടാതെ അന്തസ്സും അഭിമാനവും ധനവും വിശ്വാസവും സംരക്ഷിക്കുവാൻ ഓരോരുത്തർക്കും അവസരമുണ്ടാവേണ്ടതുണ്ട്. ഇത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ്. കുടുംബവും വിദ്യാലയങ്ങളും സമൂഹവും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വിഭാഗീയതയോട് വിട പറയാം. നമ്മളെല്ലാം ഒന്നാണ് എന്നതാവണം നമ്മുടെ സംസ്കാരം. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് നാം വിഭാഗീയതയിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറയുന്നത്? കാരണം വിഭാഗീയത ഛിദ്രതയാണ്, അത് ഐക്യമേ അല്ല. വിഭാഗീയത വിപത്താണ്, അത് നന്മ ഒട്ടുമേ നമുക്ക് നൽകുന്നില്ല. അത് സമൂഹത്തെ ദുർബലമാക്കുകയാണ്. സമൂഹത്തിനിടയിൽ തർക്കവിതർക്കങ്ങളും ഭിന്നതകളും അത് വ്യാപിപ്പിക്കുകയാണ്. വിഭാഗീയത കടിപ്പെടുന്നവൻ സ്വന്തം വിഭാഗത്തിനു വേണ്ടി മാത്രം വാദിക്കുകയും അങ്ങനെ അസഹിഷ്ണുവായി മാറുകയുമാണ്. അവൻ വാദിക്കുന്നത് അവൻ മാത്രമാണ് സത്യമെന്നും ശരിയെന്നുമാണ്. ഖുർആൻ പറയുന്നത് പോലെ വയഹ്സബൂന അന്നഹും അലാ ശൈ, എന്തോ തങ്ങൾ നേടിയിരിക്കുന്നു, നേടിയിട്ടുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ ചേരിയും തങ്ങളുടെ നയനിലപാടുകളിൽ സംതൃപ്തരാണ് എന്നും ഖുർആൻ പറയുന്നത് നമുക്ക് കാണാനാവും. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ വിഭാഗീയമായി ചിന്താധാരകൾ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ, സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ, അവർ സമൂഹത്തിന് നൽകുന്നത് സ്വന്തം വിഭാഗത്തിന്റെ ചിന്തകളും ആ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനങ്ങളെയും സമൂഹത്തിലെ മറ്റുള്ളവർക്കുമേൽ അടിച്ചേൽപ്പിക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വിപത്തിനെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലാഹു പറയുന്നു, വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോവരുത്, ഫതഫ്ശലു, അപ്പോൾ നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകും. ഈ വിശുദ്ധമായ ഖുർആനിക സൂക്തം ശൈഥില്യത്തിന്റെ അനന്തര ഫലങ്ങളും അതിന്റെ ഏറ്റവും മാരകമായ ചിത്രങ്ങളും നമുക്ക് കാണിച്ചു തരുകയാണ്. വിഭാഗീയത വരുമ്പോൾ അത് തർക്കവിതർക്കങ്ങൾക്കും സമൂഹത്തിൽ ഛിദ്രതയ്ക്കും കാരണമാകും. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ,
ഇതാണ് എന്റെ നേരായ മാർഗം, അതു നിങ്ങൾ അനുധാവനം ചെയ്യുവീൻ. വലാ തത്തബിഉസ് സുബുൽ, മറ്റു വഴികൾ നിങ്ങൾ പിന്തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ മറ്റു വഴികൾ നിങ്ങൾ പിന്തുടരുമ്പോൾ ആ വഴികൾ മുഴുവൻ നിങ്ങളെ ദൈവമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ഭിന്നിപ്പിക്കും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ശ്രദ്ധിക്കുവാനായി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവനാകാൻ വേണ്ടി അവൻ അള്ളാഹു ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, വിഭാഗീയത ആത്യന്തികമായി നമ്മെ കൊണ്ടെത്തിക്കുന്നത് പക്ഷപാതത്തിലേക്കാണ്. അത് സമൂഹത്തിൽ ഛിദ്രതയും അനാവശ്യമായ ചേരിതിരിവുകളും തീർക്കുകയും ക്രമേണ അക്രമാസക്തമായി മാറുകയും പിന്നീട് രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമാവുകയും മറ്റുള്ളവർക്ക് മുഴുവൻ, സമൂഹത്തിലെ ഇതരർക്ക് മുഴുവൻ ആപത്തും വിപത്തും സംഭവിക്കുന്നതിനെ ന്യായീകരിക്കുവാൻ വരെ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സംഭവ അവസ്ഥാവിശേഷമാണ് പിന്നീട് സംജാതമാവുക. അങ്ങനെ ഓരോ വിഭാഗവും അള്ളാഹു തന്നോടൊപ്പമാണെന്നാണ് വിചാരിക്കുക. അള്ളാഹു എൻ്റെ ശ്രമങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നും അവൻ വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവൻ ഏറ്റവും വലിയ പരാജിതനായി തീരുകയാണ്. ഖുർആൻ പറയുന്നത് പോലെ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, തങ്ങളുടെ ഭൗതിക ജീവിത കാര്യത്തിൽ മാർഗഭ്രംശം വന്നവരാണവർ. വഹും യഹ്സബൂൻ അന്നഹും യുഹ്സിനൂന സുൻആ, അതേസമയം അവർ വിചാരിക്കുന്നത് എന്താണ്? അവരുടെ ധാരണയാവട്ടെ ഉദാത്തമായ കർമ്മമാണ് തങ്ങൾ അനുവർത്തിക്കുന്നത് എന്നാണ്. അതേസമയം അവരാവട്ടെ ഏറ്റവും വലിയ പരാജിതരാണ് എന്നും ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. മുഅ്മിനീങ്ങളെ, ഒന്നിച്ചു നിൽക്കുവാനാണ് ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭിന്നിപ്പിനെ ഉപേക്ഷിക്കണമെന്നും ഭിന്നിപ്പുകളെ സൂക്ഷിക്കണമെന്നും ഖുർആൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിഭാഗീയതയുമായി ഒരു ബന്ധവും തനിക്കില്ലെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. വിഭാഗീയതയുടെ മുഴുവൻ രൂപങ്ങളും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. മുഹാജിറുകളും അൻസാറുകളും മദീനയിൽ വെച്ച് ഒരു സവിശേഷ സന്ദർഭത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാവുകയുണ്ടായി. അവിടെ മുഹാജിറുകൾക്ക് വേണ്ടിയും അൻസാറുകൾക്ക് വേണ്ടിയും പലരും വാദിക്കുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയാണ് ഇടപെട്ടത്: ദഊഹ, ഈ ചിന്താഗതി നിങ്ങൾ ഉപേക്ഷിക്കണം, അത് നന്മ ചെയ്യില്ല എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ ദേശസ്നേഹത്തിന് വിരുദ്ധമാണ് വിഭാഗീയത എന്ന് പറയുന്നത്. കാരണം വിഭാഗീയത കടിപ്പെട്ടവൻ, വിഭാഗത്തിനു വേണ്ടി, ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിനു വേണ്ടി മാത്രം വാദിക്കുന്നവൻ, അവൻ രാഷ്ട്ര താല്പര്യത്തെക്കാളും മത താല്പര്യത്തെക്കാളും മുൻഗണന നൽകുന്നത് തന്റെ വിഭാഗത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിഭാഗീയതയെ നിയമപരമായോ ബുദ്ധിപരമായോ മതപരമായോ നമുക്ക് അംഗീകരിക്കാനാവാത്തത്. കാരണം അത് മാനവകുലത്തിന്റെ നാശമാണ്, അത് സമാധാനപൂർണമായ സഹവർത്തിത്വത്തിനെതിരാണ്. അതുകൊണ്ടാണ് വിഭാഗീയത വർത്തമാനത്തിനു വിപത്താണെന്നും ഭാവിക്ക് ഭീഷണിയാണെന്നും സാംസ്കാരിക നിർമ്മിതിക്ക് പ്രതിബദ്ധമാണെന്നും നമ്മൾ പറയുന്നത്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു: ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പാദ്യങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അല്ലാഹുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ രാജ്യം ഇതരരെ ബഹുമാനിക്കുന്നതിനും വൈജാത്യങ്ങളെ അംഗീകരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് ഈ വിഷയകമായി വിവേചന വിരുദ്ധ നിയമം ഈ രാജ്യം നടപ്പിലാക്കിയിരിക്കുന്നത്. ദേശത്തിന്റെയോ ഭാഷയുടെയോ വർണ്ണത്തിന്റെയോ കുലത്തിന്റെയോ പേരിൽ ഒരു വിധത്തിലുമുള്ള വിവേചനം സമൂഹത്തിനിടയിൽ നടന്നു പോവരുത് എന്ന് ഈ രാജ്യത്തിന്റെ നിയമസംഹിത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ കാഴ്ചപ്പാടുകളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ രാജ്യം സമാധാനപൂർണമായ സഹവർത്തിത്വത്തിനും മധ്യമ സമൂഹമെന്ന മോഡറേറ്റ് കമ്മ്യൂണിറ്റി എന്ന കാഴ്ചപ്പാടിന് മുൻതൂക്കം നൽകുവാനും ഈ രാജ്യം എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.